ഹായ് ഹലോ. ഞങ്ങളെല്ലാവരും കൂടി ഈ പോകുന്ന പോക്കേ അതേടോ ഡിമാർട്ടിലേക്ക് തന്നെ. ഇന്നൊരു ഷോപ്പിംഗ് ഡേയാണ്. അപ്പോൾ ഇവിടെയുള്ള ലോക്കൽ മാർക്കറ്റിലാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചത്. കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ മേടിക്കാനുള്ളതുകൊണ്ട് ഒന്ന് ഡിമാർട്ട് വഴി തിരിഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഡിമാർട്ടിൽ എല്ലായിടത്തെ പോലെ തന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ് എപ്പോഴും. ഞങ്ങളുടെ കുട്ടികളെ ഒരു ട്രോളിയിലാക്കി ഞങ്ങൾ യാത്ര തുടങ്ങി. അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ അത് മാത്രം എടുത്ത് ഞങ്ങൾ ഡിമാർട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് തീരുമാനിച്ചത്. എല്ലാത്തിനും ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉണ്ടായിരുന്നു. അതുപോലെ നല്ല റിഡക്ഷൻ സെയിലും ഉണ്ടായിരുന്നു. ആൾക്കാരുടെ നല്ല തിരക്കുണ്ടായിരുന്നു. സ്കൂൾ ടൈം തുടങ്ങിയതുകൊണ്ട് തന്നെ പിള്ളേരുടെ ഐറ്റംസ് വാങ്ങാൻ വേണ്ടി വരുന്നവരുടെ വലിയ തിരക്കായിരുന്നു അവിടെ. ഞങ്ങളുടെ ലക്ഷ്യം ഈ ഡ്രസ്സ് തന്നെയാടോ. എപ്പോൾ പോയാലും ഡിമാർട്ടിൽ നിന്ന് 2 കുഞ്ഞ് ടീഷർട്ട് എടുക്കൽ പതിവാണ്. ഒരേപോലത്തെ കിട്ടാൻ ഇച്ചിരി പാടാണ്. അവിടെ നിന്ന് തപ്പിയെടുക്കും. എന്തോ രസമുണ്ട് അവിടുത്തെ ഡ്രസ്സ് ഇടിക്കാൻ, പിള്ളേരെ കാണാൻ രസമുണ്ട്. ഇവിടെ ഡ്രസ്സിൻ്റെ സെക്ഷനൊക്കെ ഫുൾ ടൈം ഇങ്ങനെ തിരക്കായിരിക്കും. ഒരു ഡ്രസ്സ് നമ്മൾ എടുക്കാമെന്ന് വെച്ചാൽ നോർമലായിട്ട് ഒരു പീസൊക്കെ കിട്ടാൻ എളുപ്പമാണ്. പക്ഷേ ഇവൾമാരുടെ കാര്യത്തിൽ എനിക്ക് 2 വേണമല്ലോ. അതുകൊണ്ട് തപ്പി കുറച്ച് സമയം അധികം അവിടെ പോകും കേട്ടോ. കുറച്ചധികം കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ 199 കുട്ടികളുടെ ജീൻസൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്ക് തോന്നിയിട്ട് സാധാരണക്കാർക്ക് യൂസ്ഫുള്ളാണ്. ഓൺലൈനിൽ തപ്പിയപ്പോൾ ഇങ്ങനെയൊന്നും കിട്ടൂല നമുക്ക്. പിന്നെ നേരിട്ട് കണ്ട് നമുക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി എടുക്കുകയും ചെയ്യാം. ആവശ്യമുള്ളവർക്ക് എടുത്താൽ മതിയല്ലോ. കുറച്ചധികം ഡ്രസ്സുകളുണ്ടായിരുന്നു. ഇൻഫൻറ്റിൻ്റെ സെക്ഷൻ ഈ പ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു അത്ഭുതം എനിക്കുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ ഡ്രസ്സ് എനിക്കിഷ്ടമായി. ബട്ട് എൻ്റെ കുട്ടികളുടെ സൈസല്ല, ഇതവർക്ക് വലുതാണ്. അതുകൊണ്ട് തന്നെ മനസ്സുമെടുത്തു. പിന്നെ പോയി നോക്കി, ഈ ഡ്രസ്സ് എനിക്കിഷ്ടമായി. ബട്ട് അതും അവരുടെ സൈസല്ല. ജാനു പിന്നെ തകൃതിയായിട്ട് ഭയങ്കര ഷോപ്പിങ്ങാണ്. അവൾക്ക് വേണ്ട എല്ലാം അവളെടുത്ത് അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. സാനുവിനതൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഇവളെടുത്ത് കിടക്കുന്നതൊക്കെ നോക്കി കൊള്ളാം എന്നുള്ള രീതിയിൽ ഇരിപ്പാണ് അവൾ. കണ്ട, ടാഗ് പോലും പൊട്ടിച്ചിട്ടില്ല. എല്ലാം അവളുടെ സ്വന്തം എന്നുള്ള രീതിയിൽ അവൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ട വേറൊരു വലിയ സെറ്റപ്പാട്ടോ. ചില ആൾക്കാർ ഇതിനകത്ത് വന്നിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അഴിച്ചെടുത്തിട്ട് ടാഗ് അവിടെ ഉപേക്ഷിച്ച് പോയേക്കണം. ഒത്തിരി സ്ഥലത്ത് ഞാൻ കണ്ടു. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോവാണ്. അതെ ഗൈസ്, ഇതാണ് നമ്മുടെ ലക്ഷ്യം. കണ്ടു, ഇതൊക്കെ 50-60 രൂപയ്ക്കും കൊടുക്കുന്ന ചെരുപ്പുകളാണ്. അതുപോലെ ഈ മാർക്കറ്റും അത്യാവശ്യം തിരക്ക് വന്നു തുടങ്ങി. ഇന്നൊരു ഓഫ് ഡേ ഒന്നും അല്ലാത്തതുകൊണ്ടാണ് ഇത്ര തിരക്ക് കുറവ് കേട്ടോ. ഇവിടെ എല്ലാ ഐറ്റങ്ങളും കിട്ടും. കമ്മലായി, ക്യൂട്ടസ് നല്ലല്ലോ പറഞ്ഞ നെയിൽ പോളിഷ്, ഫേക്ക് നെയിൽസ്, ഹെയർ ആക്സസറീസ്, അതുപോലെ കുട്ടികൾക്ക് വേണ്ട എല്ലാ ഐറ്റംസ്, കമ്മൽ, വള, മാല. എൻ്റെ പൊന്നി, എന്ത് കളക്ഷനാണെന്നറിയോ. ചുമ്മാ നിങ്ങൾക്ക് വില പേശ അറിയാമെന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് പറയാണ്, ഒരു 500 രൂപ പറയുന്ന സാധനം നമുക്ക് 100 രൂപയ്ക്ക് വാങ്ങിയിട്ട് വരാം. അത്രയ്ക്ക് വില വ്യത്യാസം അവിടെ ഉണ്ട്. നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മുടെ അവകാശമാണ് ചോദിച്ചു വാങ്ങിക്കുക. നമ്മൾ മാത്രം ചോദിക്കാതിരുന്നൊന്നും ഓർത്തുണ്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. കണ്ട, തിരക്കായി തുടങ്ങി. ഞങ്ങൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിറങ്ങി. ഇതുണ്ടോ, ഫേക്ക് ഹെയർസ് ഒക്കെ ഉള്ളതുണ്ടോ, ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഒത്തിരി ഉണ്ട്. ഇതാണ് ഇവിടെ അടുത്തുള്ളൊരു ലോക്കൽ മാർക്കറ്റ് കേട്ടോ. അപ്പം ഞങ്ങൾ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് അടുത്ത പോയത് നാട്ടിലേക്കൊരു ചേട്ടനെ പാഴ്സൽ ചെയ്യാണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇവിടുന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി നാട്ടിലേക്ക് പോവുകയാണ്. ആളെ ഞങ്ങൾ ഈ ട്രെയിനിൽ കയറ്റി നാട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. ഇവിടുന്ന് ട്രെയിൻ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. ഒന്നെങ്കിൽ പൂനെയിൽ ഇറങ്ങി അടുത്ത ട്രെയിൻ പിടിക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ വേറെ ഏതോ ഒരു ജംഗ്ഷനോടെ ഉണ്ട്, അവിടെ ഇറങ്ങി അടുത്ത ട്രെയിൻ പിടിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ